ജിന്നുകൾ മനുഷ്യരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമോ എന്നാണ്. ക്ഷമിക്കാം, സദസ്സിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ എവിടുന്ന പറയുന്നത് നിങ്ങളോടല്ലാതെ നിങ്ങൾ പറയണ്ടല്ലേ. പഠിക്കേണ്ട പാഠം ഖുർആനിൽ ഒരു ആയത്തിൽ വ്യക്തമായി, നസ്സായി, കണിശമായി, റാഹിറായി, വ്യക്തമായി, ഹദീസിന്റെ ഒരു വചനത്തിൽ ഇങ്ങനൊരു വാചകല്ലേ ഇല്ല. ജിന്നുകളിലെ ആണുങ്ങൾ മനുഷ്യരിലെ പെണ്ണുങ്ങളുമായോ അല്ലെങ്കിൽ ജിന്നിലെ പെണ്ണുങ്ങൾ മനുഷ്യരിലെ ആണുങ്ങളുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, കല്യാണം കഴിക്കും എന്ന് പറയുന്ന ഒരു രേഖ എവിടെയില്ല. പിന്നെ അവർ ഉദ്ധരിക്കുന്ന ഒരു വാചകം സൂറത്തുർ റഹ്മാനിൽ ഹൂർലിങ്ങളെ പറ്റി പറഞ്ഞൊരു വാചകമുണ്ട്. ലം യത്മിസ് ഹുന്ന, ഹൂർലിങ്ങൾ അറിയോ? സ്വർഗീയ സ്ത്രീകൾ. അവരെ സ്പർശിച്ചിട്ടേ ഇല്ല. ആ വാക്കിന്റെ ധ്വനി അറിയാലോ, സദസ്സ് നിങ്ങൾക്കറിയാം. അവരെ സ്പർശിച്ചിട്ടേ ഇല്ല. ഇൻസുൻ, ഒരു മനുഷ്യനും, കബിലവും വലാജാൻ, മുമ്പൊരു ജിന്നോ, ഒരു മനുഷ്യനോ ജിന്നോ അവരെ തൊട്ടിട്ടേയില്ല. അത്തരം പെണ്ണുങ്ങളാ അവിടെ ഉള്ളത് എന്നാ. ഹൂർലിങ്ങളായ പെണ്ണുങ്ങളെ മനുഷ്യരോ ജിന്നുകളോ സ്പർശനം എന്നർത്ഥം അറിയാലോ, സ്പർശിച്ചിട്ടേ ഇല്ല. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ആലങ്കാരികമായി പറഞ്ഞതാണ്. അത്രക്ക് പതിവ്രതകളാണ് അവർ എന്ന അർത്ഥത്തിന് ഒരു മനുഷ്യനും ഇതുവരെ തൊട്ടില്ല, ഒരു ജിന്നും ഇതുവരെ അവരെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പോലും ഒരിക്കൽ സ്പർശിക്ക പോലും ചെയ്യാത്ത അതിപരിശുദ്ധകളായ, പവിത്രകളായ, പതിവ്രതകളായ സ്ത്രീകളാണ് സ്വർഗീയ സ്ത്രീകൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത്രേ അതിനർത്ഥമുള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനെ തന്നെയാണ് ഭൂരിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കളും മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ അതിശയോക്തി എന്നാണ് ഇതിന് ആലങ്കാരികമായ മുബാലഗാൻ. നമ്മളങ്ങനെ പറയാറില്ലേ, ഒരു ഈച്ച പോലും അവിടെ ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. മീറ്റിങ്ങിന് വിളിച്ച് ഞാൻ അവിടെ പോയി നോക്കി, 8 മണിയായിട്ട് ഒരു ഈച്ചനെ പോലും കാണാനല്ല എന്ന് പറയുന്ന അർത്ഥം എന്താ? ഈച്ചനെ മീറ്റിങ്ങിന് വിളിച്ചെന്നാ ഓ പോയോടത്ത് പുല്ലും കൂടി മുളക്കൂലെന്നറിയും. അതിനർത്ഥം എന്താ? സാധാരണ മോളത്തൊക്കെ പുല്ല് മുളക്കലുണ്ടെന്നാ കൂട്ടർ. ഇത് ഭാഷയിൽ ആർക്കാ ഇത് മനസ്സിലാവാത്തത്? അവനെ ഒരു വസ്തുവില്ല, ഒരുത്തരും തൊട്ടിട്ടില്ല എന്നർത്ഥത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആന്റെ നസ്സായ ഒരു പ്രയോഗമല്ല, ഖുർആന്റെ വാഹിറായ ഒരു പ്രയോഗമല്ല, സാങ്കേതികമായി വ്യക്തമായോ കണിശമായോ പറഞ്ഞൊരു ഭാഗമല്ല. അങ്ങനെ ഒരു സംഭവമില്ല. പെണ്ണ് തൊടൂല്ല. അങ്ങനെ സ്ത്രീയും പുരുഷനും ജിന്നുകളും പുരുഷന്മാരും തമ്മിൽ, മനുഷ്യരും തമ്മിൽ കല്യാണം നടക്കൂല. മാത്രല്ല അവിടെ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ബേജാറ്. ഒരു മനുഷ്യ സ്ത്രീയെ പീഡിപ്പിക്കാന്ന് പറഞ്ഞാല് അതൊന്നുകിൽ ഓരഷ്ടപ്രകാരം ആവണം, അല്ലെങ്കിൽ ബലാത്സംഗം ആവണം. കേട്ടിട്ട് കയ്യും കാര്യം ധരിക്കുന്നുണ്ടല്ലേ പറഞ്ഞിട്ട്. എനിക്ക് ഉദാഹരണം പറയാൻ വയ്യ, എന്റേന്ന് പേടിയാ. കാരണം എനിക്കെന്തെങ്കിലും വന്നാലും ഞാൻ സഹിക്കും. എന്റെ ഭാര്യയുടെ മാനത്തിന് അന്നേരല്ലേ ഓളത് തൊട്ട് നോക്കേണ്ട ഒരുത്തൻ അപ്പറേ ഞാൻ എന്താണ് എന്നുള്ളത്. ശരി, അങ്ങനല്ലല്ലോ. അപ്പൊ സ്ത്രീയെ പീഡിപ്പിക്കുകയെ ഈ പാവം മുസ്ലിം പെണ്ണുങ്ങളൊക്കെ, മുസ്ലിം നല്ലപ്പോ വിഷയം, മറ്റു ജാതിക്കാർക്ക് ഈ വിഷയമല്ല. ഓർക്കൊരു അന്ധവിശ്വാസമാണ്, ഇവിടേക്കെത്തിയില്ല ദറജുണ്ട്. അങ്ങനെയാണ് നല്ല സാധനം കേടുന്നാലെ പറ്റ വൃത്തിയേടാകുക. ഒരു പെടുക്കത്തിയില്ല. ഒരു മുസ്ലിം സ്ത്രീയെ അവളറിയാതെ, അവളെ സമ്മതം കൂടാതെ അദൃശ്യനായ ഒരു ശക്തി വന്ന് പീഡിപ്പിക്കുകയെ, എന്നിട്ടതിൽ കുഞ്ഞു പിറക്കുകയെ. സുബ്ഹാനല്ലാഹ്, ഇതേത് ദീനാണ്? ഏത് റസൂലാ ഇത് പറഞ്ഞത്? ഏത് ആയത്താ ഇത് പറഞ്ഞത്? ഈ പറയുന്നതിന്റെ ഗൗരവവും ആഴവും തിരിച്ചറിയേണ്ട മനുഷ്യൻ. ഇതിന് പേര് ദീനോ? ഇത് പറയുന്നവൻ സലഫി ചിന്താഗതിക്കാരനോ? ഇതാണോ തൗഹീദ് പഠിപ്പിക്കുന്ന അധ്യാപനം? തീർന്നില്ല. ഞാൻ പൊറുക്കണങ്ങൾ ക്ഷമിക്കുക. ഞാനും എന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഒരു ദിക്റെല്ലാം പറഞ്ഞേന്, അത് ചെല്ലാൻ മറന്നാ മൂപ്പടിതിൽ പങ്കാളിയാവുന്നോ? റബ്ബുൽ ആലമീനായ തമ്പുരാനെ എന്തായി കേൾക്കണത്? എന്റെയും എന്റെ ഭാര്യയുടെയും സമ്മതവും അനുവാദവും ഇല്ലാതെ ഞാനൊരു ദിക്ർ ചെല്ലാൻ മറന്നതുകൊണ്ട് മാത്രം ജിൻ എന്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നുവെന്നോ എന്നോടൊപ്പം? ഇതാണോ ഇസ്ലാം? ഇതാ നബി പഠിപ്പിച്ച ദീൻ? ഇതിന്റെ പേരാ ഇസ്ലാം? ഇതാ ഖുർആൻ? കാട്ടി ജാതിക്കാർ പോലും ഇത്തരം അന്ധവിശ്വാസം പറയില്ല. തീർന്നില്ല വായതിന്റെ ബാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പലരും സങ്കരവർഗാണല്ലോ. ജിന്നു കുട്ടികൾ നടക്കുന്നുണ്ടല്ലോ ഇവിടൊക്കെ. അവനാനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാക്ക, നാട്ടുകാരെ പറ്റി പറയരുത്. ഞങ്ങളാരും ജിന്നിന്റെ സങ്കരവർഗമല്ല. ഞങ്ങളാരും ഞങ്ങളുടെ ബാപ്പാനോട് ചോദിച്ചില്ല നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് ദിക്ർ ചൊല്ലിയിട്ടാണോ, ഇല്ലെങ്കിൽ ഞാൻ ജിന്നിന്റെ കുട്ടിയാവണല്ലോ. അപ്പൊ നമ്മളൊക്കെ ഒരു ബാധ്യതന്മാർ ബാപ്പാനോട് ചോദിക്കണം, ബാപ്പ ഒരു കാര്യം അറിയേണ്ടിരുന്ന് അല്ല നിങ്ങളത് ചൊല്ലിയിരുന്ന ഏതാ മോനെ? അതെ, അത്രയല്ലേ ബാപ്പാനോട് പറയാൻ പറ്റുള്ളൂ.
എന്താണ് മോനെ ബേജാറ്? അതാണെങ്കിൽ ഞങ്ങളുടെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ പാതിയെങ്കിലും ജിന്നിന്റെ കുട്ടിയല്ല വാപ്പ. നിങ്ങളൊരു കൽപ്പന പറഞ്ഞേ, ഒന്നിക്ക് പശ്ചാത്തപിക്ക് പടച്ചവനോട്, ചെയ്ത തെറ്റേറ്റു പറ. കേരളം മുഴുവൻ അടക്കം പറഞ്ഞ് തെറ്റ് തിരുത്ത്. കാട്ടുജാതിക്കാര് പറയില്ല ഈ അന്ധവിശ്വാസം. ഇസ്ലാമിന് ജാഹിലിയത്തായത്. ഈ ഇരുട്ടിന്ന് കരകയറാനാ മുസ്ലിമായത്. ആ ഇരുട്ടിക്ക് തിരിച്ചു പോവല്ലേ? അതിന്റെ ഗൗരവം മനസ്സിലായോ? ഇല്ല. ഒരു മനുഷ്യ സ്ത്രീയെയും ഒരു ജിന്നും ലൈംഗികമായി പീഡിപ്പിക്കില്ല, ബന്ധപ്പെടില്ല. നാട്ടുകാർ കഥ പറയുന്നുണ്ടാവും, ആ കഥ അവരുമായി ബന്ധപ്പെടുന്നു. ഖുർആനോ ഹദീസോ അങ്ങനെ പറഞ്ഞില്ല, പ്രവാചകൻ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഹദീസ് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞ അതിശയോക്തിപരമായി പറഞ്ഞൊരു വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഇത് ദുർവ്യാഖ്യാനമാണ് ഖുർആൻ ആയത്തിന്റെ. പറയാൻ പാടില്ല, സംഭവിക്കില്ല. ദോഹയിൽ നടന്ന ഒരു ക്ലാസിനെ പറ്റി ഞാൻ കേട്ടു. സ്ത്രീകൾക്ക് ഒരു വർഷം മുമ്പാന്ന് തോന്നുന്നു ആ ക്ലാസ്. സ്ത്രീകൾ അബദ്ധവശാൽ പോലും മലർന്നും മറ്റും കിടക്കരുത്, ചെരിഞ്ഞു മാത്രമേ കടന്നുകൂടുന്നു. ക്ലാസ്സാണ് പോലും ദീനിന്റെ പേര്. പറയേണ്ടി വന്നല്ലോ ഇത്തരം കാര്യങ്ങൾ ക്ലാസ്സുകളിൽ. ഇല്ല, ഒരു മനുഷ്യ സ്ത്രീയുമായും ഒരു ജിന്നിനും ലൈംഗികമായി ബന്ധപ്പെടാൻ പാടില്ല. അത് വൈബാണ്. അത് പറയേണ്ടത് പടച്ചവനാണ്, പടച്ചവന്റെ പ്രവാചകനാണ്. അവർ രണ്ടുപേരും പറഞ്ഞില്ല. ബാക്കി ഇത് പറയാൻ അവർക്ക് അവകാശമില്ല. അത് പറഞ്ഞാൽ അവർ അവരെ പറ്റി പറയുന്നുവെന്നല്ലാതെ, അല്ലെ അവർക്ക് ബാധകമെന്നല്ലാതെ ഇസ്ലാമിനും ദീനിനും ബാധകമല്ലാതെ തള്ളിക്കളയണം, എതിർക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്യണം. ലാഘവത്തോടെ കാണരുത്. ലോകത്ത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനൊരു കാരണം ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു വൈറസ് അതിന്റെ പിറകിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലേ? ആ കാരണങ്ങളിൽ, എല്ലാ രോഗത്തിന്റെയും കാരണങ്ങളിൽ ഒന്ന് ശൈത്താനാണ്. പനിയാവട്ടെ, ജലദോഷാവട്ടെ, പിന്നെ ചുമയാവട്ടെ, മറ്റ് ഏതെങ്കിലും രോഗം, വലിയ വലിയ ക്യാൻസർ ആവട്ടെ, വലിയ വലിയ മാരക രോഗങ്ങളാവട്ടെ, എന്തായിരുന്നാലും ശരി, അതിനൊരു പല കാരണങ്ങൾ കൊണ്ട് ഒരു രോഗമുണ്ടാകാം. എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ശൈത്താനാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെ മാറും. ശൈത്താൻ കാരണമായിട്ടുണ്ടാകുന്ന രോഗം മാറാൻ ഡോക്ടർമാരുടെ ചികിത്സ മാത്രം മതിയാവില്ല. മാത്രമല്ല, ചില രോഗങ്ങളെ കുറിച്ച് അത് പിശാചിൽ നിന്നാണ് റസൂൽ പറഞ്ഞത് കാണാൻ സാധിക്കും. താഴ്ന്ന പ്ലേഗ് രോഗം, അത് നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകളിൽ നിന്നുള്ളതാണ്. അത് പിടിച്ചു മരിക്കുന്നവൻ രക്തസാക്ഷിയാണ് എന്ന് റസൂൽ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. ഡോക്ടർമാര് പറയും, ഡോക്ടർമാരെത്തി ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിന്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും. ഡോക്ടർമാര് പറയും, വലിയ വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാര്, മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാര് വരെ പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറൂല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരോരുത്തർ പോയിക്കോളി. നമുക്ക് പോകാൻ പറ്റൂ? നമുക്ക് പോകാൻ പറ്റൂ? എന്താ നമ്മൾ കാട്ടുക? അതാ പുസ്തകം. കുട്ടി അപസ്മാരം കൊണ്ട് വായിന്ന് നൊരയും പതിയും വന്നിങ്ങനെ കിടക്കുക. ബാംഗ്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർമാർ പറയുന്നു ഒരു കുഴപ്പം കാണാനാണ്. പറഞ്ഞു തീരുന്ന മുന്നേ ഡോക്ടറെ മുമ്പ് നിന്നാണ് കുട്ടിക്ക് ഇളക്കം വരുന്നത്. പിന്നെ ഒരു കുഴപ്പമില്ലാതെ ഡോക്ടർ ഇതെന്താ സംഗതി? എന്നാ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നല്ല പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇനിയും വല്ല പരീക്ഷണം നടത്തി വെക്കാന്ന് വിചാരിക്കാം. നമുക്ക് കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ലാതെ നോക്കുകയാണ്. പിന്നെ എന്താണ് പിന്നെ ചില ആൾക്കാർ ഇനി ഒരു സംശയം, ഒരു ബാക്കിയുള്ള സംശയം എന്താ അറിയാം? നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞ നേരാണെങ്കിലും ചില അസുഖങ്ങളൊക്കെ ഇപ്പൊ ഉത്തരം കിട്ടുന്നില്ലല്ലോ. എന്താ ഇപ്പൊ സത്യത്തിൽ അപസ്മാരം എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ അങ്ങനെ നടക്കുമ്പോൾ കെട്ടുന്ന കെട്ടി പറഞ്ഞ് വീഴുക, എന്നിട്ട് കിടന്ന് അറിയും പതി വരിക, പിന്നെ കമ്പി കൊടുക്കേ, ഇരുമ്പ് കൊടുക്കേ, ഖുറാൻ കൊടുക്കേ, ഓരോ നാട്ടിൽ ഓരോ കോലത്തിലാ. അങ്ങനെ ആയാൽ സുഖപ്പെടുക. ചിലപ്പോൾ വരുന്നെങ്കിലൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുക. അത് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ആവുക. ചിലപ്പോ എന്താ ഇതിന്റെ ഒക്കെ ഉത്തരവും? റബ്ബുൽ ആലമീനായ തമ്പുരാന്, ലോകത്ത് മനുഷ്യന്മാർക്ക് ഒരുപാട് അസുഖങ്ങൾ മുമ്പുണ്ടായിന്. ഇതുവരെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും മനുഷ്യൻ ചികിത്സ കണ്ടെത്തിയോ? അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര പുതിയ രോഗങ്ങളുണ്ട്, പഴയ രോഗങ്ങളുണ്ട്, ഇനിയും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്തത്. പണ്ട് ഉത്തരം കിട്ടാത്ത രോഗങ്ങൾക്കൊക്കെ മനുഷ്യൻ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? ശൈത്താനാ ശൈത്താനാ ശൈത്താനാ, വസൂരി ശൈത്താൻ, കോളറ ശൈത്താൻ, ടൈഫോയിഡ് ശൈത്താൻ, സാഗരം ശൈത്താൻ, ശൈത്താൻ ശൈത്താൻ. മനുഷ്യൻ പഠിച്ചു വന്നപ്പോ ശൈത്താൻ പോയി, ബാക്ടീരിയയും വൈറസും സ്ഥാനത്ത് വന്നു. ഇപ്പൊ പോന്നിട്ട് ചുഴലി, അപസ്മാരം, ഇങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്ക് മരുന്ന് മനുഷ്യൻ കണ്ടെത്തിയില്ല, മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ശൈത്താനാ ശൈത്താനാന്ന് പറയും ചില വിവരമില്ലാത്തവർ. അത് ശൈത്താനല്ല, അതിന് ചില കാരണം ഉണ്ടാവും. അത് മനുഷ്യൻ കണ്ടെത്തും, അതിന് ചികിത്സ വിധിക്കും. അന്ന് ശൈത്താൻ പോവും, മരുന്നും ബാക്ടീരിയയും വരും ആ സ്ഥാനത്ത്. അത്രേ ഉള്ളൂ. പഠിച്ചു തീർന്നെന്ന് വിചാരിക്കല്ലേ? അത്രേ ഉള്ളൂ, ബേജാറാവാനൊന്നുമില്ല. റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഞാൻ ആളെ അയച്ചു.
യഥാർത്ഥത്തിൽ ഒരാൾക്ക് പിശാച് ബാധയാണെന്ന് എനിക്ക് ബോധ്യമായ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്. അയാളെ ചികിത്സയെ പറ്റി നമ്മളെ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞ നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിക്കൊണ്ട്, ഞാൻ അയാളെ ചികിത്സ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാ ഞാൻ അടുത്ത് പറഞ്ഞത്. അവർ പോയി നോക്കി, ഓതി കൊടുത്തു, ഇളകി എന്ന് പറയുന്നു, അയാൾ പിന്നെ തിരിച്ചു വന്നു. ഈ ഇഫ്ലുർ റഹ്മാൻ ചികിത്സിക്കണം എന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം മടവൂരികളെയും സുബൈറിന്റെ മങ്കടയുടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരാളാണ്. സാധാരണഗതിയിൽ ഒരു രോഗം ഒരൊറ്റ സഹാബിന്റെ മനസ്സിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഇതാതോ ചെയ്തിട്ടാ ഒരു രേഖ ഇല്ല. ഒരൊറ്റ ഹദീസിന്റെ കിതാബിലും ഒരു അടിസ്ഥാനമില്ലാത്ത ഹദീസിൽ പോലും ഇല്ല. ഒന്ന്. രണ്ടാമത്തെ ഒന്ന്, അവിടെ മദീനയില് ആളുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ജിന്ന് പറ്റിച്ചതാ, ഇത് ജിന്ന് കൂടിയതാ എന്ന് പറയുന്ന ഒരു രേഖയോ അല്ലെങ്കിൽ ജിന്നിന്റെ സഹായത്താലെയുള്ള എന്തെങ്കിലും ചികിത്സകളോ അല്ലെങ്കിൽ ജിന്ന് കൂടിയ വ്യക്തിയെ പ്രവാചകനോ സഹാബികളോ അടിച്ചിറക്കിയോ ചെയ്ത ഒരു പൊട്ട കഥ പോലും കാണാൻ കഴിയില്ല. ഉറപ്പിച്ചു പറയാം, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു സഹാബിക്ക് അസാധാരണമായ എന്തെങ്കിലും രോഗങ്ങൾ സംഭവിച്ചിട്ട് ഇത് ജിന്നിന്റെ സ്വാധീനമാണെന്നോ ജിന്ന് സന്നിവേശിച്ചത് കൊണ്ടാണെന്നോ നിർവചിച്ചിട്ട് ആ ജിന്നിനെ അടിച്ചിറക്കുക എന്ന പേരിൽ ഈ പാപ രോഗി അടിച്ചിറക്കാനുള്ള ഒരു സമ്പ്രദായം ഒരൊറ്റ സംഭവം പ്രവാചകന് ചെയ്തില്ല, നബിയുടെ സഹാബികൾ ചെയ്തില്ല. അതിന്റെ ശേഷം ഏത് ഖ്വാജ പറഞ്ഞാലും വലിച്ചെറിയാനാ പടച്ചോന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. യവൻ ആരായാലും പറഞ്ഞവർ നിസ്സാരക്കാരനെന്ന് എനിക്കറിയാം. പക്ഷേ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല, പ്രവാചകന്റെ അനുയായികൾക്കും അറിയില്ല, ഉത്തമ നൂറ്റാണ്ടിലും അറിയില്ല. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അതുപോലെ ചില പ്രത്യേക രൂപം നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ പാമ്പിന്റെ രൂപത്തിൽ ജീവിക്കുന്നവയുണ്ട് എന്ന് പറഞ്ഞല്ലോ, പാമ്പായിട്ട് വരെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കറുത്ത പൂച്ച, കറുത്ത നായ, ഈ വേഷത്തിലൊക്കെ പിശാച് വരാറുണ്ടെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലും മറ്റും നമുക്ക് മനസ്സിലാക്കാം.